ലോകം മുഴുവനും അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ എന്നിവയ്ക്കിടയിൽ നടക്കുന്ന ഭയങ്കരമായ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ യുദ്ധം ഭീകരവാദം അവസാനിപ്പിക്കുന്നതിനും ഇറാൻ ആണവ ബോംബുകൾ നിർമ്മിക്കുന്നത് തടയുന്നതിനും വേണ്ടിയാണെന്ന് എല്ലാവരും കരുതുന്നു. എന്നാൽ ഇതെല്ലാം വെറുമൊരു വലിയ നാടകം ആണെങ്കിലോ? ഈ യുദ്ധത്തിന് പിന്നിലെ യഥാർത്ഥ ഇരുണ്ട മാസ്റ്റർ പ്ലാൻ അറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടിപ്പോകും. ഇന്റർനെറ്റിലും ലോക ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധർക്കിടയിലും ഒരു വലിയ ഗൂഢാലോചനാ സിദ്ധാന്തം വൈറലാകുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം നീതിക്ക് വേണ്ടിയല്ല, മറിച്ച് കേവലം ബ്ലാക്ക് ഗോൾഡിന് വേണ്ടിയാണെന്നാണ്. അതായത് ആഗോള സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന എണ്ണയ്ക്കായി ലോകത്തിലെ ഊർജ സ്രോതസ്സുകൾ തങ്ങളുടെ പിടിയിലൊതുക്കുവാൻ അമേരിക്ക കളിക്കുന്ന ഒരു മൈൻഡ് ബ്ലോയിങ് ഗെയിം ആണിതെന്നാണ് അവർ പറയുന്നത്. അത് തെളിയിക്കാൻ അവർ ചില കാരണങ്ങൾ കൂടി പറയുന്നു. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കാം. ഒന്നാമത്തെ കാരണം ദി നോർത്ത് കൊറിയ ഡിഫറൻസ്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു. അതുകൊണ്ടാണ് ലോക സമാധാനത്തിനായി USA-യും ഇസ്രയേലും ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നതെന്നാണ് എല്ലാവരും കരുതുന്നത്. ഇവിടെയാണ് നമ്മൾ ഉത്തര കൊറിയയുടെ ഉദാഹരണം എടുക്കേണ്ടത്. ഉത്തര കൊറിയയുടെ പക്കൽ ഇതിനകം 50-ലധികം ആണവായുധങ്ങളുണ്ട്. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം അമേരിക്കയ്ക്ക് നേരെ മിസൈലുകൾ തൊടുക്കുമെന്ന് എല്ലാ ദിവസവും പരസ്യമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഉത്തര കൊറിയയിൽ ആരെങ്കിലും കിമ്മിന്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ അവരെ നിർദ്ദയം കൊല്ലുകയും ചെയ്യുന്നു. ഉത്തര കൊറിയയിൽ ഇറാനേക്കാൾ ഭീകരമായ സ്വേച്ഛാധിപത്യമാണുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് അമേരിക്ക ഉത്തര കൊറിയയിൽ ബോംബുകൾ ഇടാത്തത്? ഇറാനെ മാത്രം എന്തുകൊണ്ട് ആക്രമിക്കുന്നു? കാരണം ഉത്തര കൊറിയയുടെ പക്കൽ ഒരു തുള്ളി എണ്ണ പോലും ഇല്ല. അവരെ ആക്രമിച്ചു കീഴടക്കിയാൽ അമേരിക്കയ്ക്ക് ₹1 പോലും ലാഭമില്ല. എന്നാൽ ഇറാന്റെ പക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരണമാണുള്ളത്. 158 ബില്യൺ ബാരൽ എണ്ണ ശേഖരണമുണ്ട്. ഇതിന്റെ മൂല്യം ഏകദേശം $15 ട്രില്യൺ ആണ്. വിദഗ്ധർ പറയുന്നത് എന്തെന്നാൽ അമേരിക്കക്ക് ആണവായുധമുള്ള രാജ്യങ്ങളോട് പ്രശ്നങ്ങളൊന്നുമില്ല. എണ്ണയുള്ള രാജ്യങ്ങളോടാണ് യഥാർത്ഥ പ്രശ്നം. റിസോഴ്സ് റഡാർ എന്ന ആശയം അനുസരിച്ച് അമേരിക്ക എപ്പോഴും ഊർജ ഭീഷണികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏതെങ്കിലും രാജ്യത്തിന്റെ പക്കൽ ആയുധങ്ങൾ ഉണ്ടെങ്കിലും എണ്ണയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വെറും ഉപരോധം മാത്രമേ വരൂ. എന്നാൽ ഏതെങ്കിലും രാജ്യത്തിന്റെ പക്കൽ ആയുധങ്ങളും എണ്ണയും ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് ജനാധിപത്യം തരാമെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യും. യുദ്ധം നടക്കുന്ന എല്ലായിടത്തും അമേരിക്ക കളിക്കുന്ന ഗെയിം ഇത് തന്നെയാണ്. ഒരു കാലത്ത് ഇറാഖിലും ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് സദാം ഹുസൈനെ കൊന്ന ശേഷം അവിടുത്തെ എണ്ണ ശേഖരണം അമേരിക്കൻ കമ്പനികൾ കൈക്കലാക്കി. ഇപ്പോൾ ഇറാനിലും ഇറാൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ് ഖാംനെയിയെ നീക്കം ചെയ്ത് അവിടുത്തെ എണ്ണ അമേരിക്കൻ കമ്പനികൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്തെ കാരണം വെനസ്വേല സ്ട്രാറ്റജി. മുൻപ് അമേരിക്ക വെനസ്വേലയ്ക്കെതിരെ മയക്കുമരുന്നിന്റെ പേര് പറഞ്ഞ് ആക്രമിച്ചതുപോലെ ഇപ്പോൾ ഇറാനെതിരെയും അതേ പെട്രോ ഇംപീരിയലിസം തന്ത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. വെനസ്വേലയിലെ പ്രസിഡന്റ് മഡൂറോയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ അവിടുത്തെ 60% എണ്ണ ഉൽപാദനവും അമേരിക്കൻ കമ്പനികൾ നിയന്ത്രിക്കുന്നു. ഏറ്റവും പുതിയ വാർത്ത എന്തെന്നാൽ വെനസ്വേലയിലെ സ്വർണവും അമേരിക്ക പിടിച്ചെടുത്ത് നിയന്ത്രിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഇറാനിലും അതേ തന്ത്രമാണ് പിന്തുടരുന്നത്. യുദ്ധം ആരംഭിച്ചയുടനെ ഹോർമോസ് കടലിടുക്ക് തടയപ്പെട്ടതിനാൽ മറ്റു രാജ്യത്തേക്ക് പോകുന്ന 20% എണ്ണയും നിലച്ചു. ഇതുമൂലം ആഗോള വിപണിയിൽ എണ്ണവില ഒരു ബാരലിന് $100 എണ്ണവില കുതിച്ചുയർന്ന ഉടനെ അമേരിക്ക സ്വന്തം എണ്ണ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വിറ്റ് ഓരോ വർഷവും $500 ബില്യൺ അധികം GDP വർദ്ധിപ്പിക്കുന്നു. USA ഇതിനകം എന്ത് ചെയ്തു? റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഇതുമൂലം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി USA-യിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകൻ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? സൗദി അറേബ്യയോ UAE-യോ? അല്ല, USA തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകൻ USA പ്രതിദിനം 14 ദശലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. 2ാം സ്ഥാനത്ത് സൗദി അറേബ്യയും 3ാം സ്ഥാനത്ത് റഷ്യയുമാണ്. അതിനാൽ എണ്ണവില കൂടിയാൽ ലാഭമാർക്ക് USA-ക്ക് മാത്രം. യുദ്ധം ആരംഭിച്ച ഉടനെ അമേരിക്കൻ എണ്ണ കമ്പനികളുടെ ഓഹരി വില 15% ഉയർന്നു. ഇത് യാദർശികമായി സംഭവിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, ഇത് ഒരു വാണിജ്യ മാസ്റ്റർ പ്ലാൻ ആണ്. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായി ലോക വിപണിയിൽ സ്വന്തം എണ്ണ നിറയ്ക്കാനും ശത്രുക്കളെ തകർക്കാനുമുള്ള അവസാനത്തെ പദ്ധതിയാണിത്. എണ്ണവില അമിതമായി കൂടുകയോ കുറയുകയോ ചെയ്യാതിരിക്കുന്നത് അമേരിക്കൻ എണ്ണ കമ്പനികൾക്കും അമേരിക്കൻ ജനതയ്ക്കും വളരെ ഗുണകരമാണ്. അതുകൊണ്ടാണ് USA എണ്ണവില നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. മൂന്നാമത്തെ കാരണം ദി എപ്സ്റ്റൈൻ ഡൈവേർഷൻ.
ഇതറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. എപ്സ്റ്റീൻ ഫയലുകൾ നോക്കിയാൽ രാജ്യങ്ങളെ ഭരിക്കുന്ന വലിയ ആളുകൾ എത്ര ക്രൂരനാണെന്ന് മനസ്സിലാവും. യുദ്ധം ആരംഭിക്കുന്നതിന് കൃത്യം ഒരു ദിവസം മുമ്പ്, അതായത് ഫെബ്രുവരി 27, 2026 ലോകത്തിലെ ഏറ്റവും വിവാദപരമായ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നു. ഇതിൽ 150-ലധികം മുതിർന്ന രാഷ്ട്രീയക്കാർ, ഡൊണാൾഡ് ട്രംപിന്റെ അനുയായികൾ, സൗദി രാജകുടുംബാംഗങ്ങൾ എന്നിവരുടെ പേരുകൾ പുറത്തു വന്നിരുന്നു. മാധ്യമങ്ങളെല്ലാം ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വലിയ ആളുകളെല്ലാം ജയിലിലാകുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ കൃത്യമായി ഫെബ്രുവരി 28 അമേരിക്ക ഇറാനിൽ ബോംബുകൾ വർഷിച്ചു. കണക്കുകൾ പ്രകാരം എപ്സ്റ്റീൻ ഫയലുകളെ കുറിച്ചുള്ള ഇന്റർനെറ്റ് തിരച്ചിലുകൾ 92% കുറഞ്ഞു. വിദഗ്ധർ ഇതിനെ വാക്ക് ദി ഡോഗ് ടെക്നിക് എന്ന് വിളിക്കുന്നു. ഈ സാങ്കേതികത അനുസരിച്ച് രാജ്യത്തെ വലിയ വൻകിട രാഷ്ട്രീയ നേതാക്കളോ എണ്ണ വ്യവസായികളോ ഉൾപ്പെട്ട ഏതെങ്കിലും വലിയ അഴിമതി പുറത്തു വന്നാൽ അവരെ സംരക്ഷിക്കാൻ ഒരു കൃത്രിമ പ്രതിസന്ധി സൃഷ്ടിക്കും. എല്ലാവരും ആ പ്രതിസന്ധിയെ കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകും. ഇപ്പോൾ ഇറാൻ യുദ്ധവും ആ സാങ്കേതികതയുടെ ഭാഗമായി കൃത്രിമമായി സൃഷ്ടിച്ച പ്രതിസന്ധിയാണെന്ന് അവർ പറയുന്നു. ഇറാൻ യുദ്ധം മൂലം എപ്സ്റ്റീൻ ഫയലുകളുടെ അന്വേഷണം പൂർണ്ണമായും അപ്രത്യക്ഷമായി. ആയതിനാൽ എപ്സ്റ്റീൻ ഫയലുകളുടെ അന്വേഷണത്തിൽ നിന്ന് ട്രംപിനെ രക്ഷിക്കാനുള്ള ഒരു മൈൻഡ് ഗെയിമാണ് ഇറാൻ യുദ്ധമെന്ന് അവർ പറയുന്നു. നാലാമത്തെ കാരണം, ഷിഫ്റ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്താണ് പറഞ്ഞത്? ഇറാൻ സ്വന്തം ജനങ്ങളെ കൊല്ലുകയാണ്, ഈ കൊലപാതകങ്ങൾ നിർത്താനും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാനുമാണ് ഈ യുദ്ധമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് അവരുടെ വാക്കുകൾ മാറി. ഇറാൻ ഗവൺമെന്റിനെ അട്ടിമറിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു. അതിനുശേഷം സൈന്യത്തെ നശിപ്പിക്കുകയും അവസാനം ഇറാൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകാനാണെന്ന് പറഞ്ഞു. എന്നാൽ ഇതുവരെ USA-യും ഇസ്രയേലും ലക്ഷ്യമിട്ടത് ഇറാന്റെ 60% ഊർജ എണ്ണ കേന്ദ്രങ്ങളെയാണ്. ഇറാൻ ഓരോ വർഷവും $100 ബില്യൺ വരുമാനം നൽകുന്ന കയറ്റുമതിയെ നിരംപരിശാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത് അവിടുത്തെ എണ്ണപ്പാടങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ്. അതിനാൽ അമേരിക്കയുടെ എനർജി എൻഡ് ഗെയിം ലോകത്തിന് വ്യക്തമായി മനസ്സിലായി. മുമ്പ് ഇറാഖിലും വ്യാപകമായ നാശത്തിന്റെ ആയുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തു. അവിടെ ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ അമേരിക്കൻ എണ്ണ കമ്പനികൾ അവിടെ $39 ബില്യൺ സമ്പാദിച്ചു. ഇപ്പോൾ ഇറാനിലും യുദ്ധത്തിന്റെ പേരിൽ അമേരിക്ക കളിക്കുന്ന ഒരു ഇരുണ്ട ഗെയിമാണിത്. അഞ്ചാമത്തെ കാരണം, ദ ന്യൂക്ലിയർ ഹിപ്പോക്രസി. ഇറാൻ ആണവ ബോംബുകൾ നിർമ്മിക്കുന്നു, അത് തടയാനാണ് തങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നതെന്ന് അമേരിക്ക ലോകത്തോട് പറയുന്നു. എന്നാൽ ഇസ്രയേലിന്റെ പക്കലുള്ള 80 മുതൽ 400 വരെ രഹസ്യ ആണവ ബോംബുകളുടെ കാര്യമോ? ആർക്കെങ്കിലും ആണവ ബോംബുണ്ടെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുന്ന അമേരിക്ക ഇസ്രയേലിനെതിരെ എന്തുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തിയില്ല? കാരണം ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി അമേരിക്കൻ കമ്പനികളുണ്ട്. ഇവയ്ക്ക് എപ്പോഴെങ്കിലും ഭീഷണി ഉണ്ടായാൽ അവയെ സംരക്ഷിക്കാൻ ഇസ്രയേൽ ഉണ്ടാകണമെന്നാണ് USA-യുടെ വിശ്വാസം. എപ്പോഴെങ്കിലും മിഡിൽ ഈസ്റ്റിലെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒന്നിച്ച് USA-ക്ക് എതിരെ തിരിഞ്ഞാൽ അവയെ നിയന്ത്രിക്കാൻ USA-യുടെ പക്കലുള്ള ഏക ആയുധമാണ് ഇസ്രയേൽ. ചുറ്റും മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായിട്ടും ജൂതരുടെ ഇസ്രയേൽ രാജ്യം അതിജീവിക്കുന്നത് അമേരിക്ക നൽകുന്ന പിന്തുണ കൊണ്ട് മാത്രമാണ്. ഇസ്രയേലിന്റെ പക്കൽ ബോംബുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നടത്തുന്ന എണ്ണ ബിസിനസിന് ആരാണ് തടസ്സമാകുക എന്ന ധൈര്യം. ഇറാൻ യഥാർത്ഥത്തിൽ ആണവ ബോംബ് ലഭിച്ചാൽ സൗദി അറേബ്യയും അത് നിർമ്മിക്കും. അപ്പോൾ ഒപെക് ഗ്രൂപ്പ് ഛിന്ന ഭിന്നമാകും. പിന്നീട് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എണ്ണ ഉൽപ്പാദിപ്പിക്കാം. ഇത്രയും കാലം ഒപെക് ഗ്രൂപ്പ് ഒരു സിൻഡിക്കേറ്റായി രൂപപ്പെട്ട് എണ്ണവില നിയന്ത്രിച്ചു. ആ ഗ്രൂപ്പ് തകർന്നാൽ ആഗോള വിപണിയിൽ എണ്ണവില $50 കുറയും. അത് അമേരിക്കയിലെ എണ്ണ കമ്പനികൾക്ക് കടുത്ത നഷ്ടമാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇസ്രയേലിനെ സംരക്ഷിച്ചുകൊണ്ട് ഇറാനെ നശിപ്പിക്കുന്നത്. ഇത് ലോക സമാധാനത്തിന് വേണ്ടിയല്ല, കേവലം അമേരിക്കൻ എണ്ണ ബിസിനസ് വേണ്ടി മാത്രമാണ്. ആറാമത്തെ കാരണം, ദ പ്രോക്സി വാർ. റഷ്യയുടെയും ഇറാന്റെയും സംയുക്ത എണ്ണ ഉൽപാദന ശേഷി പ്രതിദിനം ഏകദേശം 15 ദശലക്ഷം ബാരലാണ്. എന്നാൽ USA-യുടെ ഉൽപാദന ശേഷി പ്രതിദിനം 14 ദശലക്ഷം ബാരലുമാണ്. അതിനാൽ റഷ്യയും ഇറാനും ഒന്നിച്ചാൽ USA-യേക്കാൾ കൂടുതലാണ്. ഭാവിയിൽ എപ്പോഴെങ്കിലും റഷ്യയും ഇറാനും ഒന്നിച്ച് എണ്ണ വിതരണം നിർത്തിയാൽ അമേരിക്കക്ക് എണ്ണയിലുള്ള പിടി നഷ്ടപ്പെടും. അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് USA ഒരു ഗെയിം ആരംഭിച്ചത്. വെനിസ്വല രാജ്യം വളരെ കാലം റഷ്യയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇപ്പോൾ USA അത് സ്വന്തം നിയന്ത്രണത്തിലാക്കി. അടുത്തതായി ഇറാനെയും റഷ്യയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറ്റി സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ USA ആഗ്രഹിക്കുന്നു. റഷ്യയുമായി സൗഹൃദത്തിലുള്ള എല്ലാ എണ്ണ രാജ്യങ്ങളെയും സ്വന്തം നിയന്ത്രണത്തിലാക്കുക എന്നതാണ് USA-യുടെ പദ്ധതി. സത്യം പറഞ്ഞാൽ ഇത് രണ്ട് മഹാശക്തികൾ തമ്മിലുള്ള എണ്ണയ്ക്കായുള്ള യുദ്ധമാണിത്. ഏഴാമത്തെ കാരണം, ദി കോർപ്പറേറ്റ് മാസ്റ്റർ പ്ലാൻ. അമേരിക്ക എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ യുദ്ധം കഴിഞ്ഞാൽ ആർക്കാണ് ലാഭമുണ്ടാകുക എന്ന് നോക്കണം. 2003
ഇറാഖിനെതിരെ വ്യാപകമായ നാശത്തിന്റെ ആയുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തു. എന്നാൽ അവിടെ ഒന്നും കണ്ടെത്താനായില്ല. യുദ്ധം കഴിഞ്ഞതിന് ശേഷം അമേരിക്കൻ കമ്പനികൾ ഇറാഖിൽ $39 ബില്യൺ സമ്പാദിച്ചു. 2011 ലിബിയയിൽ മാനുഷിക ഇടപെടലിന്റെ പേര് പറഞ്ഞ് ഗദാഫിയെ കൊന്നു. എന്നാൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അമേരിക്കൻ എണ്ണ കമ്പനികൾ $50 ബില്യൺ എണ്ണ കരാറുകൾ ഏറ്റെടുത്തു. ഇപ്പോൾ ഇറാനിലും അത് തന്നെ സംഭവിക്കും. യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇറാന്റെ എണ്ണപ്പാടങ്ങൾ പുനർനിർമ്മിക്കുന്നതിന്റെ പേരിൽ അമേരിക്കൻ എണ്ണ കമ്പനികൾ $100 ബില്യൺ കരാറുകൾ ഏറ്റെടുക്കാൻ കാത്തിരിക്കുകയാണ്. ഇത് ഭരണകൂട മാറ്റമല്ല ഉദ്ദേശിക്കുന്നത്, ഇത് പ്ലാൻ ചെയ്ത ഒരു എണ്ണ ബിസിനസ് മാത്രമാണ്. 8ാമത്തെ കാരണം നോ റൂൾസ്. കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചും മലിനീകരണം കുറയ്ക്കുന്നതിനെക്കുറിച്ചും COP യോഗങ്ങളിൽ അമേരിക്ക ലോകത്തിന് വലിയ പ്രഭാഷണങ്ങൾ നടത്തും. എന്നാൽ യുദ്ധത്തിന്റെ പേരിൽ ടെഹ്റാനിലെ എണ്ണ ഡിപ്പോകളിൽ ബോംബുകൾ വർഷിച്ച് 2 ദശലക്ഷം ബാരൽ എണ്ണ കത്തി നശിക്കാൻ ഇടയാക്കി. ഇതിൽ നിന്നുണ്ടായ മലിനീകരണം ലോകത്തിലെ 100 കോടി കാറുകൾ ഒരു വർഷം കൊണ്ട് പുറന്തള്ളുന്ന മലിനീകരണത്തിന് തുല്യമാണ്. നമ്മളാകട്ടെ മലിനീകരണം കുറയ്ക്കാൻ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുന്നത് നിർത്തുകയും വില കൂടിയ ഇലക്ട്രിക് കാറുകൾ വാങ്ങുകയും പേപ്പർ സ്റ്റോകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്നാൽ അമേരിക്ക മാത്രം തങ്ങളുടെ നേട്ടങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അതിന്റെ കാര്യത്തിൽ നിയമം പാലിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. അമേരിക്കയുടെ നിയമപ്രകാരം ശക്തൻ ചെയ്യുന്നതെന്തും ശരി, ബലഹീനൻ ചെയ്യുന്നതെല്ലാം തെറ്റ്. അന്തിമ സത്യം, ഈ യുദ്ധം ഇറാൻ ജനതയെ രക്ഷിക്കാനുള്ളതല്ല. ലോകത്തിലെ എണ്ണ ശേഖരണത്തിൽ അമേരിക്കയ്ക്ക് എന്നെന്നും ആധിപത്യം ഉണ്ടായിരിക്കണം എന്ന ആഗ്രഹത്തിനായി എപ്സ്റ്റീൻ പോലുള്ള വലിയ അഴിമതികളിൽ നിന്ന് ലോകത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് എണ്ണപ്പാടങ്ങൾ സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ആണിത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഭീകരവാദം അവസാനിപ്പിക്കാനാണോ അതോ ലോകത്തിലെ എണ്ണ നിയന്ത്രിക്കാൻ അമേരിക്ക രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണോ? കമന്റ് സെക്ഷനിൽ പറയൂ. എന്റെ വിശദീകരണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത്